എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് മലയാള മാസം ചിങ്ങം 1-ാം തീയതി. ഈ ഒരു പുണ്യമാസത്തില് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ ഓണാശംസകൾ അറിയിക്കുവാണ്. അതുപോലെ ഈ ഒരു പുതുവർഷ ആരംഭത്തില് എല്ലാ കൂട്ടുകാർക്കും നന്മ നിറഞ്ഞതും സന്തോഷം നിറഞ്ഞതും ഐശ്വര്യപൂർണവുമായ നന്മയുടെ നല്ല ദിവസങ്ങളായി തീരട്ടെ എന്ന് മനസ്സുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി തന്നെ ആശംസിക്കുവാണ്. ഈ ഒരു ശുഭദിനത്തില് എല്ലാ കൂട്ടുകാർക്കുമായിട്ട് നല്ലൊരു പാൽപ്പായസമാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് പാൽപ്പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1.5 ലിറ്റർ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. പാൽപ്പായസം തയ്യാറാക്കുമ്പോൾ പശുവിൻ പാലിൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പാൽ ഉരുളിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ അടിച്ചേർത്ത് ഇളക്കി വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അതും ചെറിയ തീയിൽ വെച്ച് വേണം പാലൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടും. ഇനി ചെറിയ തീയിൽ പാല് തിളച്ചൊന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് 125 ഗ്രാം അളവിൽ ഉണക്കളരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി ഒന്ന് കുതിർത്താൻ വെച്ചു കൊടുക്കാം. 1.5 ലിറ്റർ പാലിലാണ് നമുക്ക് 125 ഗ്രാം അളവില് അരി ആവശ്യമായിട്ടുള്ളത്. ഇനി 1.5 ലിറ്റർ പാല് തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി കുതിർത്തിയെടുത്തിട്ടുള്ള അരി വാരി പാലിലേക്ക് ചേർക്കാം. അരി നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാലും കൂടെ ചേർത്ത് വേണം ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി പാലിൽ കിടന്ന് അരി നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു വരണം. അരിപ്പോ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് നമുക്കിതിലേക്ക് 250 ഗ്രാം അളവില് പഞ്ചസാര ചേർക്കാം. ഈ ഒരു പഞ്ചസാരയുടെ അളവ് കറക്റ്റ് ആയിട്ടുള്ളൊരു മധുരമാണ് പായസത്തിന് ഉണ്ടാവുക. ഇനിയിപ്പോ നിങ്ങൾക്ക് കൂടുതൽ മധുരമൊക്കെ ചേർക്കാനാണ് താല്പര്യമെങ്കിൽ 50 ഗ്രാം അളവിൽ കൂടെ പഞ്ചസാര ചേർക്കാം. ഇനി പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള അരി മുഴുവനും തന്നെ പാലിൽ കിടന്നൊന്ന് തിളച്ച് കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഈ പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 15 മിനിറ്റ് മാത്രമേ സമയം ആവശ്യമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് കുക്കറിൽ വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾ കുക്കറിൽ വെച്ച് പായസം തയ്യാറാക്കുമ്പോൾ കുക്കർ നന്നായിട്ട് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ പാല് പിരിഞ്ഞു പോയി പായസം തയ്യാറാക്കുമ്പോൾ അതൊന്ന് കുളമായി പോവാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു രീതിയിൽ പായസം ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പായസം ഞാനിവിടെ തയ്യാറാക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ പായസം നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു വാഴയില കൊണ്ട് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. ഇനിയിപ്പോ പായസത്തിന് ചൂടാറി വന്നിട്ടുണ്ട്. വാഴയില ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് 2-3 ചെത്തിപ്പൂവും 2 തുളസിയിലയും കൂടെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഓണനാളില് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഒരുപാട് ചേരുവകളൊന്നും തന്നെ ചേർക്കാതെ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാനും പറ്റിയ ഈ ഒരു പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയിലോട്ടോ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ വീടുകൾ തയ്യാറാക്കി നോക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് 1/2 ലിറ്റർ പാല് കൂടെ ഞാൻ തിളപ്പിച്ച് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കട്ടി കൂടാതെ തന്നെ നമുക്ക് പായസം കഴിക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീടുകൾ തയ്യാറാക്കി നോക്കാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.